ഈ വീഡിയോയിൽ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷൻ ഡിസ്കസ് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ മെർജർ ആൻഡ് അക്വിസിഷൻ എന്നുള്ള പോർഷൻ നോക്കുകയാണെങ്കിൽ 3 ഡിഫറൻസസ് ആണ് ഇവ തമ്മിൽ കൊടുത്തിട്ടുള്ളത്, മെർജറും അക്വിസിഷനും തമ്മിൽ. A type of corporate strategy in which 2 companies amalgamate to form a new company is known as merger. Merger എന്ന് വെച്ചാൽ 2 കമ്പനീസ് അമാൽഗമേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പനിയായിട്ട് മാറുന്നതിനെയാണ് മെർജർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയെ തന്നെയാണ് മെർജർ എന്ന് പറയുന്നത്. 2 കമ്പനീസ് അമാൽഗമേറ്റ് ചെയ്ത് ഒരു പുതിയ കമ്പനിയായിട്ട് മാറുന്ന ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് മെർജർ. പക്ഷേ അക്വിസിഷൻ എന്ന് വെച്ചാൽ 1 കമ്പനി പർച്ചേസസ് അനദർ കമ്പനി ആൻഡ് ഗെയിൻ കൺട്രോൾ ഓവർ ഇറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുകയും ആ പർച്ചേസ് ചെയ്യപ്പെട്ട കമ്പനിയുടെ കൺട്രോള് പർച്ചേസ് ചെയ്ത കമ്പനിക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് അക്വിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ്, ഇൻ മെർജർ 2 കമ്പനീസ് ഡിസോൾവ് ടു ഫോം എ ന്യൂ എൻ്റർപ്രൈസ്, whereas in the acquisition the 2 companies do not lose their existence. മെർജറിൽ 2 കമ്പനീസ് ഡിസോൾവ് ആയി പോവുകയാണ്, അതായത് സോൾവ് ചെയ്യപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ്. പക്ഷേ ഈ അക്വിസിഷനെ സംബന്ധിച്ചിടത്തോളം the 2 companies do not lose their existence. 2 കമ്പനിക്കും അതിൻ്റെ നിലനിൽപ്പ് നഷ്ടമാവുന്നില്ല എന്നുള്ളതാണ് അക്വിസിഷനിൽ ഉള്ളത്. ഇൻ എ മെർജർ the minimum number of companies involved is 3. മെർജറിൽ 3 കമ്പനീസാണ് മിനിമം വേണ്ടത്. പക്ഷേ അക്വിസിഷനിലാണെങ്കിൽ മിനിമം 2 കമ്പനീസ് ധാരാളമാണ്. Then the merger is done voluntarily by the companies while the acquisition is done either voluntarily or involuntarily. മെർജർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. മെർജർ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന അക്വിസിഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരവും അതായത് കമ്പനിയുടെ ഇഷ്ടപ്രകാരമോ അല്ലാതെയോ അക്വിസിഷൻ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ്, ഇൻ എ മെർജർ ദർ ആർ മോർ ലീഗൽ ഫോർമാലിറ്റീസ് ആസ് കമ്പയർഡ് ടു ദ അക്വിസിഷൻ. അക്വിസിഷനെ സംബന്ധിച്ചിടത്തോളം മെർജറിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് മെർജറിന് ആവശ്യമുണ്ട്. 2 കമ്പനീസ് ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന സമയത്ത് ധാരാളം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു കമ്പനി മറ്റൊരു കമ്പനി അക്വയർ ചെയ്യുന്ന അക്വിസിഷനിൽ ഇത്രമാത്രം ഫോർമാലിറ്റീസ് ഇല്ല. അടുത്തത് ബിസിനസ് കോമ്പിനേഷൻ. എങ്ങനെയെല്ലാമാണ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് കമ്പൈൻ ചെയ്ത് ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കോമ്പിനേഷൻസ് ആണുള്ളത് എന്നുള്ളതാണ്. ദർ ആർ മെനി അക്കൗണ്ടിങ് ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ദ മെർജർ ആൻഡ് അക്വിസിഷൻ. ദ മെയിൻ ഇഷ്യൂസ് ആർ അക്കൗണ്ടിങ് ബൈ അക്വയറർ, വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് റിസർവ് ഓഫ് ദ ടാർഗറ്റ് കമ്പനി ആൻഡ് അക്കൗണ്ടിങ് മെത്തേഡ്സ്. അതായത് ഈ മെർജറിനെയും അക്വിസിഷനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അക്വയററിനെ സംബന്ധിച്ചുള്ള അക്കൗണ്ടിങ് കാര്യങ്ങളാണെങ്കിലും ഗുഡ്വിൽ വാല്യുവേഷൻ ആണെങ്കിലും റിസർവ് ടാർഗറ്റ് കമ്പനിയുടെ റിസർവ് കീപ്പ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അക്കൗണ്ടിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സ് അങ്ങനെ പലതരത്തിലും ഇഷ്യൂസ് വരുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS14 prescribes for accounting and disclosure of requirements of merger and acquisition. AS14 ഡിസ്ക്രൈബ് ചെയ്യുന്നത് മെർജർ ആൻഡ് അക്വിസിഷൻ്റെ അല്ലെങ്കിൽ മെർജർ ആൻഡ് അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു AS14, അമാൽഗമേഷൻ മേ ബി ഐദർ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ഓർ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. AS14 പ്രകാരം അമാൽഗമേഷൻ മെർജർ രൂപത്തിലോ അല്ലെങ്കിൽ പർച്ചേസ് രൂപത്തിലോ ആയിരിക്കും. ഇൻഡ് AS 103 ഡീൽസ് വിത്ത് മീനിങ് ഓഫ് ദ ബിസിനസ് കോമ്പിനേഷൻ. അക്കോർഡിംഗ് ടു ഇൻഡ് AS 103, ബിസിനസ് കോമ്പിനേഷൻ ഇസ് അക്കൗണ്ടഡ് അപ്ലൈയിങ് അക്വിസിഷൻ മെത്തേഡ്. അപ്പോൾ ഇൻഡ് AS 103 പ്രകാരം ബിസിനസ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ അക്വിസിഷൻ മെത്തേഡിലൂടെ ബിസിനസ് ഏൺ ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് വാങ്ങുക എന്നുള്ളതാണ്. Then the 2 firms may unite to achieve competitive advantage. Similarly, a firm take over another firm to acquire control over another firm. അതായത് 2 ഫേമിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫേമിന് സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഫേമിന് എന്ത് ചെയ്യാം,
കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഫേമിനെ അക്വയർ ചെയ്യാവുന്നതാണ്. വെൻ ആൻ എൻറ്റിറ്റി അക്വയേഴ്സ് കൺട്രോൾ ഓഫ് ദ ബിസിനസ് ഓഫ് ആൻ എൻറ്റിറ്റി ഇറ്റ് ഇസ് ടേംഡ് ആസ് ബിസിനസ് കോമ്പിനേഷൻ. അപ്പോൾ ഒരു എൻറ്റിറ്റി മറ്റൊരു എൻറ്റിറ്റിയുടെ കൺട്രോൾ എടുക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയാവുന്നതാണ്. Thus, business combination is a transaction or other event in which an entity obtains control of one or more businesses. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഒന്നോ ഇതിലധികമോ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കൺട്രോൾ അക്വയർ ചെയ്യുന്നുവെങ്കിൽ അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ബിസിനസ് കോമ്പിനേഷൻ ഇസ് എ ബ്രിങ്ങിങ് ടുഗെദർ ഓഫ് സെപ്പറേറ്റ് ബിസിനസ് ഇൻ ടു വൺ റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസ്. അതായത് വ്യത്യസ്ത ബിസിനസ്സുകളെ ഒരു റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസായിട്ട് മാറ്റുക എന്നുള്ളത് കൂടി ബിസിനസ് കോമ്പിനേഷൻ്റെ ഡെഫിനിഷനാണ്. കുറച്ചുകൂടി മോർ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അക്വയറർ 2 പാർട്ടീസാണ് ബിസിനസ് കോമ്പിനേഷനിലുള്ളത്, അക്വയറർ എന്നും അക്വയറി എന്നും. അതായത് നമ്മൾ മുൻപ് ഹോൾഡിംഗ് ഗ്രൂപ്പ് കമ്പനീസിൻ്റെ കേസിൽ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും പറഞ്ഞിരുന്നു. അവിടെ പാർട്ടിസിപ്പൻസ് അവരാണെങ്കിൽ ബിസിനസ് കോമ്പിനേഷനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള പാർട്ടീസ് എന്ന് പറയുന്നത് അക്വയററും അക്വയറിയുമാണ്. അപ്പോൾ അക്വയറർ എന്നുള്ള പേരും അക്വയറി എന്നുള്ള പേരും ആലോചിക്കുക. അക്വയറർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എൻറ്റിറ്റി ദാറ്റ് അക്വയേഴ്സ് കൺട്രോൾ അക്വയർ ചെയ്യുന്നത് ആരോ അവരാണ് അക്വയറർ, അതായത് പർച്ചേസിങ് കമ്പനി. അക്വയറി ഈസ് ദ എൻറ്റിറ്റി ഇൻ വിച്ച് ദ അക്വയറർ ഒബ്റ്റെയിൻസ് കൺട്രോൾ. അപ്പോൾ ഏത് കമ്പനിയിന്മേലാണോ ഈ അക്വയറർക്ക് കൺട്രോൾ ഉള്ളത് ആ കമ്പനിയെയാണ് അക്വയറി കമ്പനി, അതായത് സെല്ലിംഗ് കമ്പനി. അതായത് ആരെയാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവരെയാണ് അക്വയറി കമ്പനി എന്ന് പറയുന്നത്. For example, A Limited acquires 75% of the equity shares of B Limited. In this example, A Limited is the acquirer and B Limited is the acquiree. A Limited B Limitedൻ്റെ 75% ഷെയർസ് പർച്ചേസ് ചെയ്യുന്നുവെങ്കിൽ അതിൽ A Limited എന്ന ഹോൾഡിംഗ് കമ്പനി, നമ്മൾ മുൻപ് പഠിച്ച കേസിൽ ഹോൾഡിംഗ് കമ്പനി ബിസിനസ് കോമ്പിനേഷൻ്റെ കേസിൽ ആരായിരിക്കും? അക്വയറർ ആയിരിക്കും. അതർ പാർട്ടി വിൽ ബി ദ അക്വയറി. A business combination is expected to improve the productivity of resources. This will benefit the shareholders of both companies. അപ്പോൾ ഈ ബിസിനസ് കോമ്പിനേഷൻ നടത്തുന്നത് തന്നെ രണ്ട് കമ്പനിയുടെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ്. ആ കമ്പനീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്. ദെൻ എങ്ങനെയൊക്കെയാണ് ബിസിനസ് കോമ്പിനേഷൻ നടക്കുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അക്വയറിങ് പ്രോസസ്സ് നടക്കുക എന്ന് വെച്ചാൽ, അക്വിസിഷൻ ഓഫ് ആൻ എൻറ്റയർ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റിയെ മൊത്തമായിട്ട് അക്വയർ ചെയ്യാം. അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബിസിനസ്. അതായത് ഒരു കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പർച്ചേസ് ചെയ്തുകൊണ്ട് അക്വിസിഷൻ ചെയ്യാം. ദെൻ അക്വിസിഷൻ ഓഫ് കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ആൻ എൻറ്റിറ്റി, അതായത് കൺട്രോളിങ് ഇൻട്രസ്റ്റ് മാത്രം പർച്ചേസ് ചെയ്യുന്നത്. അതായത് കൺട്രോൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വേണമെങ്കിൽ എത്ര ശതമാനം പർച്ചേസ് ചെയ്യണം? 50% ഓഫ് ഷെയർ 50% ഷെയർ മാത്രം അക്വയർ ചെയ്തിട്ട് ഒരു കമ്പനിയിൽ അക്വിസിഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും വേസിലൂടെയാണ് അക്വിസിഷൻ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ബിസിനസ് കോമ്പിനേഷൻ നടക്കാറുള്ളത്, അല്ലെങ്കിൽ ബിസിനസ്സിനെ അക്വയർ ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങൾ. അതായത് ഒരു കമ്പനിയെ മുഴുവനായിട്ട് വാങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓഫ് ആൻ എൻറ്റിറ്റി മാത്രം അക്വയർ ചെയ്യുക, അതായത് 50% ഓഫ് ഷെയർ വാങ്ങുക. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ദെൻ അടുത്ത് പറയാം IFRS 3-ലും IFRS 1 IND AS 103, അതായത് നമ്മൾ പണ്ട് IFRS ഉണ്ടായിരുന്നു, പിന്നെ അത് IAS ആക്കി മാറ്റുകയോ ചെയ്തു, IND AS ആക്കി മാറ്റുകയോ ചെയ്തു. അതായത് പണ്ടുള്ള IFRS 3-ക്ക് തുല്യമാണ് IND AS 103 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 103-യും IFRS 3-യും പറയുന്നത് എന്താ വെച്ചാൽ, ഗിവ് ഗൈഡൻസ് ഓൺ അക്കൗണ്ടിങ് ഫോർ ബിസിനസ് കോമ്പിനേഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്വയറർ. അതായത് ഈ ഒരു സെക്ഷൻ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു നിയമപ്രകാരമാണ് അക്വയററിൻ്റെ ബുക്കിൽ ബിസിനസ് കോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് അക്വയറർ എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഗൈഡൻസ് കൊടുക്കുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. then അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് IFRS 3 ഓർ IND AS 103. എന്തെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ, അക്കൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി നൽകുന്ന ഇൻഫർമേഷൻ്റെ റിലവൻസും റിലയബിലിറ്റിയും കമ്പയറബിലിറ്റിയും ഉറപ്പാക്കുക. ആൻഡ് പ്രൊവൈഡ്സ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ബിസിനസ് കോമ്പിനേഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. ഇപ്പോൾ പുതിയതായിട്ടുള്ള കമ്പനിയുടെ ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക, ആൻഡ്
പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ റെലവൻറ്റും റിലയബിളും കമ്പയറബിളും ഒക്കെ ആവണം എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പർട്ടിക്കുലർ IFRS 3യും IND AS 103യും പറയുന്നത്. അതിനടുത്ത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഫോർ ബിസിനസ് കോമ്പിനേഷൻ. അപ്പോൾ എന്തെല്ലാം മെത്തേഡ്സാണ് ബിസിനസ് കോമ്പിനേഷനിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്വിസിഷൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് എന്നുള്ളതാണ്. ബിസിനസ് കോമ്പിനേഷൻ മേ റിസൾട്ട് ഇൻ എ പാരൻറ്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ദ അക്വയറർ ഇസ് ദ പാരൻറ്റ് ആൻഡ് ദ അക്വയറി ഇറ്റ്സ് ദ സബ്സിഡറി. അപ്പം ഒരു ബിസിനസ് കോമ്പിനേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു പാരൻറ്റ് സബ്സിഡറി റിലേഷൻഷിപ്പാണ്. ഇതിൽ അക്വയറർ എന്നത് പാരൻറ്റും അക്വയറി എന്നത് സബ്സിഡറിയുമാണ്. നമ്മൾ ഗ്രൂപ്പ് കമ്പനീസിൽ പഠിച്ചതുപോലെ തന്നെ ആ പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയുടെയും പുതിയ പേരുകളാണ് ഈ അക്വിസിഷൻ മെത്തേഡിൽ അക്വയറർ എന്നും അക്വയറി എന്നും. In such circumstances, the acquirer applied IND AS 103 in its consolidated financial statements. IFRS 3 requires that all business combinations should be accounted for by applying the acquisition method. IFRS 3 requires that all the financial business combinations should be accounted for applying the acquisition method. അതായത് IFRS 3 പറയുന്നത് എന്താ വെച്ചാൽ അക്വിസിഷൻ മെത്തേഡിൽ പ്രകാരം ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് IFRS 3യിൽ പറയുന്നത്. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്. അക്വിസിഷൻ മെത്തേഡ് ഇസ് പോപ്പുലർലി നോൺ ആസ് പർച്ചേസ് മെത്തേഡ്. പർച്ചേസ് മെത്തേഡ് എന്നാണ് അക്വിസിഷൻ മെത്തേഡിനെ നമ്മൾ പറയാറുള്ളത്. ദ മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ദ അക്വയറർ ഹാസ് പർച്ചേസ്ഡ് ദ ബിസിനസ് ഓഫ് അക്വയറി. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം എന്താ പറയുന്നതെന്ന് വെച്ചാൽ അക്വയറിയുടെ ബിസിനസ് പർച്ചേസ് ചെയ്തു എന്നുള്ള അസംഷനിലാണ് ഇത് ചെയ്യുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ അക്കൗണ്ടിങ് വിൽ ഓൾവേസ് റിഫ്ലക്റ്റ് വൺ അണ്ടർടേക്കിംഗ് ബൈയിങ് അനദർ ആയിരിക്കും കേട്ടോ അത്. ദിസ് മീൻസ് ദാറ്റ് ദ അക്കൗണ്ടിങ് വിൽ ആൾവേസ് റിഫ്ലക്റ്റ് വൺ അണ്ടർടേക്കിംഗ് buying another, even if the combination is regarded as merger equals. The acquirer purchases net assets and records the assets and liabilities and contingencies. Acquirer ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാറുണ്ട്. അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും മറ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആയാലും എല്ലാം പർച്ചേസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെർജറിലെ പോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഈ അക്വിസിഷനിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്, അതിൻ്റെ പർച്ചേസിങ് പ്രൊസീജിയറും എല്ലാം. Till recently, 2 accounting methods were available for the accounting of business combination. അപ്പോൾ ഇതുവരെ ഉള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത് ബിസിനസ് കോമ്പിനേഷനിൽ യൂസ് ചെയ്യുന്ന 2 അക്കൗണ്ടിങ് മെത്തേഡ്സാണ്. ഒന്ന് പർച്ചേസ് മെത്തേഡും 2 പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡും. അപ്പോൾ ഈ 2 മെത്തേഡ്സാണ് ബിസിനസ് കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് ബിസിനസ് കമ്പൈൻ 2 ബിസിനസ് ഓർ 3 ബിസിനസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ പർച്ചേസ് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്. പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് വാസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് വേർ ദ അക്വയറി cannot be identified because it is a marriage of equals and shareholders of all combining entities control the combined entity. അപ്പോൾ പർച്ചേസ് മെത്തേഡ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് വേർ ദ അക്വയറി cannot be identified ബിക്കോസ്, അതായത് അക്വയറിയെ മനസ്സിലാക്കാൻ കഴിയില്ല, കാരണം അക്വയററും അക്വയറിയും ഈക്വൽ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ മാരേജ് ഓഫ് ഈക്വൽസ് എന്ന് വെച്ചാൽ 2 പേര് തമ്മിലുള്ള മാരേജ് എന്ന് പറയുന്നത് പോലെ